ദൈവത്തിന്റെ പോരാളികൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. 2 മാച്ച് അടുപ്പിച്ച് തോറ്റ മുംബൈ മൂന്നാമത്തെ മാച്ചിൽ ഇപ്പോൾ ജയിച്ചിരിക്കുകയാണ്. അതും മികച്ച വിജയമാണ് മുംബൈ ഇന്ന് നേടിയത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ജേതാക്കളെയാണ് മുംബൈ ടീം തറ പറ്റിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മുംബൈ കൊൽക്കത്ത മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ ടീം മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. മികച്ച ബൗളിങ്ങിലൂടെയാണ് മുംബൈ ഇന്ന് കളി തിരിച്ചത്. ഇതുപോലത്തെ ഒരു മുംബൈ ടീമിനെയാണ് എല്ലാവരും സ്വപ്നം കാണുന്നത്. ഇന്ന് കൊൽക്കത്തയെ 116 റൺസിൽ ഓൾ ഔട്ട് ആക്കാൻ മുംബൈ ടീമിന് സാധിച്ചു. അതും കഴിഞ്ഞ പ്രാവശ്യത്തെ ജേതാക്കളെ. മലയാളി താരം വിഘ്നേഷിനെ ഇന്ന് ഇമ്പാക്ട് പ്ലെയർ ആക്കിയിട്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രോഹിത്തിന്റെ ഒരു സാന്നിധ്യം ഇന്ന് ക്യാപ്റ്റൻസിയിൽ കാണാൻ സാധിച്ചു. പാണ്ഡ്യയും രോഹിത് ശർമ്മയും ഒരുമിച്ച് നിന്നാണ് ടീമിനെ മുന്നോട്ട് നയിച്ചത്. അതിന്റെ റിസൾട്ടാണ് ഇന്ന് നമ്മൾ കണ്ടത്. രോഹിത് ശർമ്മയ്ക്ക് ഇപ്പോൾ മുംബൈ ടീം ജയിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. കഴിഞ്ഞ 2 മാച്ചിലും അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ടീം വർക്കിന്റെ വിജയമാണ്. എല്ലാവരും നന്നായി കളിച്ചിരിക്കുകയാണ്. വളരെ അനായാസമായിട്ടാണ് കൊൽക്കത്തയ്ക്കെതിരെ മുംബൈ ടീം ജയിച്ചിരിക്കുന്നത്. കൊൽക്കത്ത ടീമിലെ എല്ലാ താരങ്ങളും പെട്ടെന്ന് ഔട്ടായി. മുംബൈ ടീമിന്റെ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കൊൽക്കത്തയ്ക്ക് സാധിച്ചില്ല. കൊൽക്കത്ത ഈ സീസണിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്നത് ഇന്നത്തെ മാച്ചിലാണ്. കൊൽക്കത്തയുടെ ഇന്നത്തെ കളിരീതി അനുസരിച്ച് ഇപ്രാവശ്യം പ്ലേ ഓഫിലെത്താൻ സാധ്യത കുറവാണ്. മുംബൈ ടീം ശക്തമായിട്ട് ടൂർണമെന്റിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ വരുന്ന മത്സരങ്ങൾ കളിച്ചാൽ ഉറപ്പായിട്ടും ഇപ്രാവശ്യം മുംബൈ ടീം പ്ലേ ഓഫിലെത്തും. അതുപോലത്തെ കളിയാണ് ഇന്ന് പുറത്തെടുത്തത്. മുംബൈ ടീമിന്റെ ബൗളിംഗ് കണ്ട് കൊൽക്കത്ത പോലും ഒന്ന് പേടിച്ചുപോയി. മുംബൈ ആരാധകർക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതുപോലത്തെ ബൗളിംഗ് ആണ് മുംബൈ ഇന്ന് പുറത്തെടുത്തത്. പക്ഷേ ഇന്ന് ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയ്ക്ക് തിളങ്ങാൻ സാധിച്ചില്ല. പക്ഷേ റയാൻ റിക്കൾട്ടൺ മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തു. രോഹിത് ശർമ്മ ഇങ്ങനെ ഫ്ലോപ്പ് ആവുമ്പോൾ അത് മുംബൈ ടീമിനെ ശരിക്കും ബാധിക്കുന്നുണ്ട്. രോഹിത്തും കൂടി ആ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയാൽ പിന്നെ മുംബൈ ടീമിനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.